ഇങ്ങനെ കേരള തീരത്തോടടുത്ത്, തമിഴ്നാടിന്റെ കേരള തീരത്തോടടുത്ത്, കേരള അതിർത്തിയോടടുത്ത് വമ്പിച്ച പ്രകടനവും ആരവവും നടക്കുകയാണ്. ഇപ്പം ഇവിടുത്തെ നമ്മളെ കൊട്ടിക്കലാശം എല്ലാം കഴിഞ്ഞ് നിശബ്ദമായിട്ടും ശാന്തമായിട്ടും ഇരുന്ന് കണക്കുകൂട്ടലുകൾ നടത്തിക്കൊണ്ടിരിക്കുക. അവിടെ അങ്ങനെയല്ല, വമ്പിച്ച പ്രചാരണം നടക്കുകയാണ്. അതിൻ്റെ പിരിമുറുക്കത്തിലാണ്, അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ് പ്രചാരണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രചാരണമാണ് കേരള തീരത്തോടനുബന്ധിച്ചുള്ള ഈ നാഗർകോവിൽ, അതുപോലെ തന്നെ തമിഴ്നാട് പ്രദേശങ്ങളിലെ ഒക്കെ കൂടി. അവിടെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നത് പ്രചാരണം കളർഫുള്ളായിരുന്നത്, കളറാക്കിയത് TVK വിജയ് സൂപ്പറിൻ്റെ ആരാധകരുടെ പ്രകടനങ്ങളാണ്. വിജയ് സൂപ്പർ തന്നെ അടുത്ത മുഖ്യമന്ത്രിയാവുമെന്നൊക്കെ ഒരു ആവേശമാണ് അവർ പറഞ്ഞത്. അത് ശരിയാവാൻ സാധ്യത എങ്ങനെയാണ് ഉണ്ടാവും? ഈ മുൻകാലങ്ങളിൽ നിന്ന് കുറച്ചൊരു ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രസക്തി വർദ്ധിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഇവിടെ ഈ വിളവങ്കോടെന്ന് പറഞ്ഞ മണ്ഡലം തമിഴ്നാട്ടിൽ കന്യാകുമാരി, ഈ വിളവങ്കോട് ഒരു സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ട്. പ്രവീൺ എന്നാണ് അയാളുടെ പേര്. CSIക്കാരനാണ്. പക്ഷേ പാതിരിയാണ് അല്ലേ? അയാൾ വൈദികനല്ല. വൈദികനല്ല, ഇവരെ സഹായിക്കുന്ന ഒരു കോൺട്രാക്ടറാണ് പുള്ളി. CSI സഭയെ കോൺട്രാക്ടറാണ് അല്ലേ അദ്ദേഹം? വൈദികനാണെന്നൊക്കെ ഒന്നുമില്ല. പുള്ളിയെ ഈ ഇതിന്റെ സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുക സഭയുടെ. അങ്ങനെ ഈ അച്ഛന്മാരെയും അതുപോലെയൊക്കെയുള്ള ഈ CSI സഭയിൽ ഒരു യാതൊരു പ്രാതിനിധ്യമുള്ള ആളല്ല പുള്ളി. പുള്ളിക്ക് പൈസ ഉണ്ട്, പണമുണ്ട്. പണ്ട് ബെന്നറ്റ് എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് പാർലമെന്റ് ഇലക്ഷനിൽ CPI നിർത്തിയൊരു സ്ഥാനാർത്ഥിയില്ലേ, അയാളുടെ നോമിനിയായിട്ട് ഈ സഭയിൽ വന്ന് കയറിയ ആളാ പുള്ളി. ഇപ്പം അയാളെ കൊണ്ടുവന്ന് കോൺഗ്രസ്സുകാർ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി വിളവങ്കോട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയതിൻ്റെ ഉദ്ദേശം എന്തോ, ഇതിൻ്റെ ഫലമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ ഈ നമ്മുടെ ശിവകുമാർ മത്സരിക്കുന്ന അരുവിക്കര, നെയ്യാറ്റിൻകര, ഇതൊക്കെ നാടാർ CSIക്കാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളാണ്. അവിടൊക്കെ ജയിക്കണം. അതുപോലെ കോവളത്തും ചെറിയ തോതിൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടാണ് ഇതിന് ഇവരെ വെച്ചത്. പക്ഷേ അത് ഈ CSI സഭയിൽ യാതൊരു ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളായി. കാരണം ബെന്നറ്റിനെ ഇഷ്ടമില്ലാത്ത പോലെ തന്നെ ഇയാളെ ഇഷ്ടമല്ല. അപ്പോൾ അതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗം. പിന്നെ ഇയാൾ CSIക്കാരനാണ്, വിജയ് CSI സഭയപ്പെട്ട. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് പുള്ളി അതിനകത്ത്. പക്ഷേ അവിടെ കളിച്ച ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ CSI രാഷ്ട്രീയം പറയുന്നില്ല പുള്ളി. അതേസമയം കുറെ കൂടെ ഹിന്ദു ഭാഗങ്ങളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു നിലയിലാണ് സംസാരിക്കുന്നത്. അത് കാരണം ഇയാൾക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റ് അതാണ് നല്ലത്, ഈ നമ്മുടെ സ്റ്റാലിനെതിരായിട്ട്. കാരണം ആ തിരുപ്പഴിക്കുണ്ട്രം സംഭവത്തിലൊക്കെ അദ്ദേഹം സ്വീകരിച്ച പോലും ജഡ്ജിക്കെതിരെ, ദൈവത്തിനെതിരെ മാത്രമല്ല ജഡ്ജിക്കെതിരെയും എടുത്ത നിലപാട്. അടുത്തെന്ന് പറഞ്ഞാൽ ഈ ഇത് കണ്ടോണ്ടാ ഇപ്പം ഈ കേരളത്തിൽ യഥാർത്ഥത്തിൽ പുള്ളി മധുരയെ വെച്ച് മുരുകസംഗമം നടത്തി. അതെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ വെച്ച് മുരുകസംഗമം നടത്തി. ആ മുരുകസംഗമത്തിന്റെ കണ്ടോണ്ട് അവിടെ അയ്യപ്പ സംഗമം നടത്തി. രണ്ടും പാളി. അയ്യപ്പ സംഗമം നടത്താനായിട്ട് ഉദ്ഘാടനത്തിന് വിളിച്ചായിരുന്നു സ്റ്റാലിന്. എന്താ പറയാൻ? സ്റ്റാലിന് അവിടെ ചിന്തയായിരിക്കുക, പിന്നെ ഇവിടെ കൂടെ വന്ന് തലവേദനയായി കഴിഞ്ഞു. അതെ, കാരണം അയ്യപ്പന്മാർ ശബരിമലയിൽ പോകുന്ന അയ്യപ്പന്മാരെ പോലെ തന്നെ വെളുപ്പിനെ എഴുന്നേറ്റ് ഭസ്മം തൊട്ടുകൊണ്ട് കിടക്കാൻ എഴുന്നേറ്റ് വരുന്നവരാ അവിടുത്തെ മുരുകഭക്തന്മാർ. അവരാ 4 സ്ഥലത്ത് നടത്തി, ചെരുപ്പുറക്കുണ്ടം, പളനി, അങ്ങനെ ഉൾപ്പെടെ 4 സ്ഥലത്ത് മുരുകസംഗമം നടത്തി. ആ സംഗമം കണ്ടു തന്നെ പുള്ളി പേടിച്ചു പോയി. വമ്പിച്ച ജനക്കൂട്ടമായിരുന്നു. അതിനെ തുടർന്നാണ് ഉദയനിധി സ്റ്റാലിന് ഈ നമ്മുടെ സനാതന ധർമ്മം എന്ന് പറയുന്ന കോവിഡ് പോലെയാണ്, കുഷ്ഠരോഗം പോലെയാണ്, ക്യാൻസർ ആണെന്ന് പറഞ്ഞ ആള് ദേഹമാസകലം ഭസ്മം പൂശി ഒരു ഫോട്ടോ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പബ്ലിഷ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല അയാളുടെ ഒരു ഭാര്യയുടെ പേര് ദുർഗ എന്നാണ്. ഈ സ്റ്റാലിന്റെ ഒരു ഭാര്യയുടെ പേര്. അവർ ഹിന്ദുവാണ്. അവരെയും കൊണ്ടാണ് ഗുരുവായൂർ കൊണ്ടുവന്ന ഒരു ഫലകം ഏതാണ്ട് വെച്ചു.
സ്വർണം കൊണ്ട്. സ്വർണത്തെ എന്ത് 85 ലക്ഷക്കണക്കിന് രൂപ, കിലോ എങ്ങാണ്ട് വരും എന്നാണ് 85 കിലോ ഇന്നത്തെ വില എന്താ എൻ്റെ ദൈവമേ. അതുകൊണ്ട് അവിടെ അർപ്പിച്ചു. പണ്ട് ജയലളിത ഒരു ലോറി നിറച്ച് ചന്ദനം കൊണ്ടുവന്നു. അപ്പൊ ഗുരുവായൂരപ്പൻ പറഞ്ഞു ഈ ചന്ദനം എനിക്ക് വേണ്ടെന്ന്. വീരപ്പന്റെ ചന്ദനം വല്ലമായിരുന്നോ? അല്ല, വീരപ്പന്റെ എന്ന് പറഞ്ഞാൽ ഈ തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും കാട്ടിലെ ചന്ദനം കൊള്ളത്തില്ല, മണമില്ല, ഗന്ധമില്ല. കർണാടകത്തിലും അത് തന്നെ പ്രശ്നം. അത് തന്നെ പ്രശ്നം. കേരള അതുകൊണ്ടല്ലേ കർണാടക സാൻഡൽ സോപ്പ് ആരും മേടിച്ചത്. നമ്മുടെ നിലമ്പൂർ നമ്മുടെ ഇത് മറവൂർ ചന്ദനമാണ് യഥാർത്ഥ ചന്ദനം. അവിടുന്ന് നമ്മളതുകൊണ്ട് അവിടുന്ന് ഒരു ചന്ദനം എടുത്താണ് ഇപ്പം ഈ ഗുരുവായൂർ മേടിക്കുന്ന പോലും ചന്ദനം മറവൂർ ചന്ദനമാണ്. ചന്ദനം ശരിയാ. ഗുരുവായൂരെയാണ് ശരിക്കും ഏറ്റവും ശുദ്ധമായ ചന്ദനം, അതിന്റെ മണമുള്ളതും അതിന്റെ അതുപോലെ പാഴ്സലായിട്ടും അവർ അയച്ചു കൊടുക്കാറുണ്ട്. ഏറ്റവും നല്ല ഗുണമുള്ള ചന്ദനം അതാണ്. അത് മാത്രമല്ല അതിനകത്ത് തന്നെ അവർ ഈ പലതും ഇതൊക്കെ മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യും. കാരണം ഇതൊക്കെ മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യും. നമ്മുടെ കുങ്കുമപ്പൂ ഇല്ലേ, അതൊക്കെ ചെയ്യും. കുങ്കുമപ്പൂ കാശ്മീരിൽ നിന്ന് കൊണ്ടിരുന്നത്. കാശ്മീരിലേ ഉള്ളു ഒറിജിനൽ കുങ്കുമം. അതെ, ഒറിജിനൽ ഗൾഫിൽ നിന്ന് വരുന്ന പോലും ഒറിജിനൽ അല്ല. അതെ, ബാക്കിയെല്ലാം വെറും കൃത്രിമ പൊടികളാണ്, കെമിക്കൽ പൊടികളാണ്, റിയാക്ഷൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളുമാണ്. അപ്പം അതെന്തായാലും നമ്മളിപ്പം അവരുടെ ഭക്തിയുടെ പരിശുദ്ധി എന്ന് പറയുന്നത് അവർ വിശ്വാസമുള്ള ഒരു സ്ത്രീ തന്നെ, ഒരു ഭാര്യമാരുടെ ഒരാളാണ്. അല്ല, അത് ഈ കർണാടകയുടെ കുടുംബത്തിന്റെ പൊതുവെ ഇപ്പൊ തമിഴ്നാട്ടിലെ മൊത്തത്തിൽ റിസൾട്ട് വരുമ്പോൾ എന്തായിരിക്കും? ഗുരുവായൂരപ്പനെയൊക്കെ കണ്ടത് അവിടെ ഇരിക്കട്ടെ, പക്ഷേ എന്തായിരിക്കും റിസൾട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വാദം ഞാൻ കേട്ടത്, അവിടെ BJP മുന്നണി തീരുമാനിക്കും. ADMK ആയിട്ടാണല്ലോ അവർ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നത്, വേറെ ചെറിയ കക്ഷികളുണ്ട്. ആ മുന്നണി തീരുമാനിക്കും ഏത് കക്ഷിയായിരിക്കും ഭരിക്കുന്നത്. ADMKയിൽ നേരത്തെ ഉണ്ടായിരുന്ന മറ്റേ പളനിശെൽവം, അയക്കാണ് അവിടെ കുറച്ചുകൂടെ പ്രാധാന്യമുള്ളത്. അങ്ങനെ ഈ സേലം ആ ഭാഗമൊക്കെ നല്ല ഹോൾഡാവും. ഇയാൾ വന്നത് BJPയുടെ തലപ്പത്ത് നമ്മുടെ നയനാർ നാഗേന്ദ്ര പഴയ ADMK 5 വർഷം തുടർച്ചയായി ജയലളിത മന്ത്രിസഭ മന്ത്രിയായിരുന്നു. അയാളൊരു കേരള ഭക്തനാണ്. ശരി, സ്ഥിരമായി ഗുരുവായൂർ വരികയും ഒക്കെ ചെയ്യുന്ന ആളാണ്. ശരി. നാഗർകോവിലാണ് അയാളുടെ കുടുംബമൊക്കെ. അപ്പോൾ പുള്ളി നാഗർകോവിലിൽ ഒരു കേരള മാതൃകയിൽ ഒരു ക്ഷേത്രം വെച്ചിട്ടുണ്ട്. ക്ഷേത്രം ഉണ്ടാക്കി. പുള്ളിയുടെ വീടിനോട് ചേർന്നാണോ പബ്ലിക്കായിട്ടുള്ള ക്ഷേത്രമാണ്? പബ്ലിക്കായിട്ട്. നമ്മുടെ പരപ്പനങ്ങാട് കൃഷ്ണ പഠിക്കുന്ന പറഞ്ഞൊരു പഴയ ഒരു തമിഴ്നാട് ജോത്സ്യനുണ്ടായിരുന്നു. ആ ജോത്സ്യൻ്റെ നിർദ്ദേശപ്രകാരം ആണ് ഇതൊക്കെ ചെയ്തത്. കംപ്ലീറ്റ് വലിയ ഇതായിരുന്നു. അപ്പോൾ അവിടെ ഒരുപാട് പൂജകളും ഒക്കെ കേരളത്തിലെ പൂജകളും ഒക്കെ നടത്തിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങേർക്ക് അങ്ങനൊരു കേരള പാരമ്പര്യവുമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു ഹിന്ദു വികാരവുമുണ്ട്. ഈ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും പ്രമുഖനായ ആളാണ് പുള്ളി. അണ്ണാമലെ ഗവർണറാണ്. അപ്പോൾ അവർ തമ്മിലൊക്കെ ഈ കാസ്റ്റിൻ്റെ വ്യത്യാസങ്ങളും ഈ തമിഴ്നാട് വലിയ കാസ്റ്റ് പൊളിറ്റിക്സ് വലിയ അങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്ന ADMKയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പറയുന്നു. യോജിച്ചു പോകാൻ പറ്റില്ല. അത് ചിലപ്പോൾ ശരിയായിരിക്കും. ഞാനിപ്പോൾ ചോദിക്കുന്നത് അവസാനമായിട്ട് നമ്മുടെ സമയം കഴിയുന്നതുകൊണ്ട് എങ്ങനെയായിരിക്കും കർണാടക വീണ്ടും സ്റ്റാലിൻ തന്നെ അധികാരത്തിൽ വരുമോ, അതോ ഭരണമാറ്റം ഉണ്ടാവുമോ തമിഴ്നാട്ടിലെ? കേരളത്തിൽ തോന്നുന്നത് ഒരു ഭരണമാറ്റത്തിന്റെ സൂചനകൾ അവിടെ കാണുന്നുണ്ട്. അത് എത്രമാത്രം അങ്ങനെയാണെങ്കിൽ ADMKയുടെ മുന്നണിയാണ് വരുന്നതെങ്കിൽ TVKയുടെ പിന്തുണ കൂടി വേണ്ടി വരും. 13 സീറ്റാണ് TVKക്ക് പറഞ്ഞിട്ടുള്ളത്. സർവേക്കാർ പറയുന്നതാ. പക്ഷെ അത് എത്രമാത്രം ഫലവത്താണെന്നുള്ളത് എനിക്കും ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ആളിലല്ലേ വോട്ട് ചെയ്യുന്നത്. അതെ അതെ അതെ, നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അപ്പോൾ സ്റ്റാലിൻ്റെ എന്തായാലും ശരി, അധികാരത്തിൽ തിരിച്ചു വന്നാലും ശരി, ഭൂരിപക്ഷം ഗണ്യമായിട്ട് ഭയങ്കരമായിട്ട് കുറയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല അങ്ങേർക്ക് ഈ മുന്നണികളെ ആശ്രയിക്കാൻ അയാൾ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സീറ്റ് എടുത്ത് കളയുന്നില്ലല്ലോ. അതെ, ഇവർക്ക് 2 സീറ്റ് ഉണ്ടായിരുന്ന കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ, തിരുവട്ടാറും വിളവങ്കോടും ഉണ്ടായിരുന്നു. CPM-ന്. അപ്പൊ ഇപ്പൊ ഈ വിളവങ്കോട് മാത്രം കൊടുത്ത് അവിടെ CSIക്കാരനെ നിർത്തി. തിരുവട്ടാർ സാധാരണ നായന്മാരെ മത്സരിക്കുന്നു. ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലമാണ് തിരുവട്ടാർ. ശരിക്കും പറഞ്ഞാൽ
കേരളീയ നായർ പൈതൃകത്തിന്റെ ഒരു ഭൂമിയാണ് തിരുവട്ടാറ്. ആദികേശവ ക്ഷേത്രവും അല്ലേ ഒക്കെ കൂടെ ചേർന്നു അല്ലേ? ആ പ്രദേശത്ത് ഇപ്രാവശ്യം CSI ശരി ആ കരയോഗം ഉണ്ട്. കരയോഗമുള്ള സ്ഥലമാണ് അത്. ഏറ്റവും കൂടുതൽ പിന്നെ പാരമ്പര്യമുള്ള നായന്മാർ തങ്ങളാണെന്ന് ഈ തിരുവട്ടുകാരുടെ തമ്പിമാരും ഒക്കെയാണ് അല്ലേ? അഢ്യന്മാരെന്ന് പറയുന്ന തമ്പിമാരും ഒക്കെ. അതെ തിരുവട്ടാറ് ശരിയാ തീർച്ചയായും. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്താണ് അവിടെ ഇപ്പം ഇടതുപക്ഷക്കാരില്ല, കമ്മ്യൂണിസ്റ്റുകാരും ഇല്ല. BJP-ക്കാരുണ്ടോ? BJP ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. BJP പണ്ടേ അവിടെ ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ തമിഴ്നാട്ടിലൊരു ഭരണമാറ്റം, മൊത്തത്തിലൊരു രാഷ്ട്രീയ മാറ്റം, ഭരണമാറ്റം ഇല്ലെങ്കിലും രാഷ്ട്രീയ മാറ്റം ഉറപ്പായിട്ടുണ്ട്. ഹിന്ദുക്കളെ മാത്രമായിട്ട് ആശ്രയിക്കുന്നില്ല, മറ്റു കമ്മ്യൂണിറ്റീസിനെ. ഉദാഹരണത്തിന് നമ്മുടെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വലിയ സമുദായം, അത് പിന്നോക്ക സമുദായമാണെന്നാണ് ആണെന്ന് പറഞ്ഞു. കാരണം നമ്മുടെ ഉപരാഷ്ട്രപതി, അതുപോലെ പ്രധാനമന്ത്രി, അതുപോലെ നമ്മുടെ രാഷ്ട്രപതി ഒക്കെ പിന്നാക്ക. നമ്മൾ ജാതി നോക്കാറില്ല. അങ്ങനെയൊക്കെയുള്ള പിന്നാക്കക്കാരെ പ്രതിനിധീകരിക്കുന്നു. ആകാശവാണി തന്നെ വന്നു ആയിരിക്കാം. പക്ഷെ ഇയാളെ അതിന്റെ ഒരു ഹോൾഡ് വലുതായിട്ടാ അയാൾ കോയമ്പത്തൂരിൽ തൊട്ടേക്ക് ജയിച്ചില്ലേ? അപ്പൊ അതെ ആണ്. പിന്നെ ഒരു ജയന്റ് കില്ലറാണ് വാസ്തവത്തിൽ. കോയമ്പത്തൂർ ഒറ്റയ്ക്ക് ജയിച്ചതാ. അപ്പൊ ഒന്നാമത്തെ കാര്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് കോയമ്പത്തൂർ എന്നൊക്കെ പറഞ്ഞാൽ CPM കോട്ടയായിരുന്നു. പാലക്കാടിന്റെ തുടർച്ചയായിട്ട് അവിടെ, പിന്നെ അതുപോലെ തന്നെ മധുര, അതൊക്കെ ഈ നമ്മുടെ ഇവിടുത്തെ മുല്ലപ്പെരിയാറിന്റെ അതുമായി ബന്ധപ്പെട്ടതാണ്. ശരി ഓക്കെ. ഈ മുല്ലപ്പെരിയാർ കരാർ എന്ന് പറഞ്ഞത് തമിഴ്നാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിധേയപ്പെട്ട് കൊടുത്തതല്ലേ? അതെ. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഒപ്പിട്ട് കൊടുത്തതാ. മഹാരാജാന്റെ CPയുടെ കാര്യത്തിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. അത് പിന്നെ വീണ്ടും സൗജന്യമായിട്ട് അച്യുതമേനോന്റെ കാലത്ത് വീണ്ടും ആവർത്തിച്ചു. ഒന്നുകൂടെ ഇട്ടിട്ടുണ്ട് CPIയുടെ കാലത്ത് അല്ലേ? BS അതിനെ എതിർത്തിരുന്ന ആളാണ്. ഓക്കെ ഓക്കെ. അതിന്റെ പുള്ളിയെ പൊളിറ്റ് താക്കീത് ചെയ്തു. അതെന്തായാലും മുല്ലപ്പെരിയാറിൽ കൂടെ എത്ര വെള്ളം ഒഴിയാലും ഇപ്പൊ തമിഴ്നാട്ടിൽ വരാൻ പോകുന്ന ഒരു ഭരണമാറ്റമായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാവുന്ന. തമിഴ്നാട്ടിൽ ആര് വന്നാലും അവർക്കാർക്കും ഈ രാഷ്ട്രീയം കളയാനൊക്കത്തില്ല. കാരണം ഈ മധുര വരെയുള്ള 5-6 ജില്ലകൾ ഓടിപ്പോകുന്നത് അത് ശരി. ഓക്കെ ഓക്കെ. അവരുടെ ചെലവി അവർ ഉത്സവം വരെ നടത്തുകയില്ലേ ഈ അതിർത്തി? ഞാൻ ആ പറഞ്ഞു പോയിട്ടുണ്ട്. അത് ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.